ആ ആ ഒറ്റ മിനിറ്റ് ബ്രോ. ഹലോ കേക്കാവല്ലോ? ഹലോ 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 എടാ ഒന്നാടാ. ഹലോ ബ്രോ. ഹലോ മുതുക്ക് മുതുക്ക്. ഹലോ എടാ വയലറ്റ് മുടി നിന്നോടാ. വയലറ്റ് മുടി എടാ വയലറ്റ് മുടിയടാ. കേക്കാവടാ നിനക്ക്? നിന്റെ കൂടെ നേരത്തെ ഒരുത്തം ഉണ്ടായിരുന്നല്ലോ. നിന്റെ കൂടെ നേരത്തെ ഒരുത്തം ഉണ്ടായിരുന്നല്ലോ. ആ അവന്റെ പേരെന്താ? പമ്പിലുണ്ടായിരുന്നോ? പമ്പിലോ? അവല്ല നിനക്ക് അവനായിട്ട് പരിചയമില്ല? ഇല്ല, എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഞാൻ പുതിയതാ, എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ആള് കൊണ്ടാക്കിയത് തന്നെ. ഈ ബൈക്ക് എടുത്തോട്ടെ. അവൻ സിറ്റിസൺ ആണോ അതോ ഗ്യാങ് വല്ലോ ആണോ? ഇതാരുടെ ബൈക്ക്? അറിഞ്ഞൂടാ ബ്രോ. ഞാൻ ഒരു പമ്പില് വെറുതെ നടന്നോണ്ടിരിക്കുമ്പോ വണ്ടി എടുത്താ എന്റെ വണ്ടിയല്ലേ ബ്രോ? പറഞ്ഞാ പോരെ ബ്രോ. ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? റേഡിയോ ബ്രോയുടെ പേരെന്താ? ഹലോ കൊച്ചപ്പൻ ജർമ്മന്റെ കൂട്ടുകാരൻ അല്ലേ? ആ അത് തന്നെ. ജർമ്മനെ കണ്ടായിരുന്ന ഇന്ന്? ഇതാരടാ? ജർമ്മൻ ആരാടാ? ഒരു വായിൽ കുഴട്ട് സംസാരിക്കുന്നുണ്ട്. ഓ അങ്ങനെ ഓക്കെ. ഓ മറ്റേ ഇന്നലെ നമ്മളെ ഇതാക്കിയത്. ഇന്നലത്തെ എടാ എന്താ 500 വട്ടം അടിച്ചു ഈ സിറ്റി. മറ്റവൻ പോവുകയും ചെയ്ത്. എടാ ബേബി എടുത്തോ കേട്ടോ. എടാ ഇവനായിരുന്നു അവന്റെ കൂടെ ഉള്ള. പക്ഷെ മറ്റേ സിറ്റിസൺ ആണെന്ന് പറഞ്ഞത്. അല്ലല്ല ഇവ സിറ്റിസൺ ആണോ അവൻ സിറ്റിസൺ ആണോന്ന് അറിഞ്ഞൂടാ. അവന്റെ പേരെന്താ? സുര എന്നാണ് അവൻ പറഞ്ഞത്. എന്താ സൂര്യ? ആ ഇഷയല്ലേ ഇത്? ബോബോയുടെ ഇഷയല്ലേ ഇത്? ആ ഇഷ സുഖാണോ? ഓ എന്തോ സുഖം ഒറ്റ പാച്ചൂസേ. ഏത് പാച്ചൂസ്? സിറ്റിയിൽ ഒരു 100 പേരുണ്ട്. ഈ പാച്ചൂസ് സിറ്റിയിൽ ഒരു 100 പേരുണ്ട് ഇല്ല മോനെ? ഇല്ല, ആകെ 2 പേരൊന്നുള്ള. വണ്ണാൻ്റെ ഉള്ളി ആവണം. മനസ്സിലായ സാർ കേറാ? അയ്യോ ഇവന് വേറെ ജർമ്മൻ എന്താടാ ഇല്ലേ? ഓ അങ്ങനെ. ബ്രോ അല്ല ബ്രോ ഒന്ന് പുറത്തോട്ട് വരുമോ ബ്രോ? ഹലോ ഹലോ ബ്രോ. ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? ഐ ഡി കാർഡ് കാണിച്ചടാ. നിന്റെ ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചേന്ന്. കാണിക്കുന്നീ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നീ ഐ ഡി കാർഡ് കാണിക്കടാ. പോലീസൊന്നും അല്ല. നിന്റെ കൂടെ ഉള്ള കൊണ പറഞ്ഞിട്ടല്ലേ നീ അവന്റെ കൂടെ വന്ന തന്നെയല്ലേ നിന്നെ എടുത്തോണ്ട് പോവാ. മനസ്സിലായോ? എന്നിട്ട് നിന്നെ വെച്ച അവനെ മേടിക്കും. നിന്റെ പേര് നമുക്ക് കൺഫേം ആണോ എന്ന് അറിയണം. അത്രേ ഉള്ളു. നീ പോലീസാണോ പട്ടാണോ എന്നൊക്കെ ഇതാക്കാം. നീ കാണിക്കണ. നീ തോലിച്ചിട്ട് പോയാ ഇല്ല. നിന്റെ മീശ ഉണ്ടല്ലോ, നിന്റെ മീശയെ പിടിച്ചിട്ട് ഒട്ടിക്കും നിന്നെ വിട്ട്. മനസ്സിലായോ? ഐ ഡി കാർഡ് എടുത്തിട്ടില്ല. വാ കൂടെ വാ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഐ ഡി കാർഡ് എടുത്തിട്ട് വരാം. നമ്മൾ ഐ ഡി കാർഡ് നമ്മൾ എടുത്തായിരുന്നു. വാ അക്സെപ്റ്റ് ചെയ്യ്. അക്സെപ്റ്റ് ചെയ്യടാ. ഞെക്കടാ കുട്ടാ. നട്ടലിന് വരാൻ റബ്ബറാന്ന് ഇല്ല വാ നീ വാ. നമുക്ക് ഐ ഡി കാർഡൊക്കെ എടുത്ത് പെതുക്ക് വരാം. നിന്റെ പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് പിള്ളേച്ചൻ. എക്സാക്ട് ആയിട്ട് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പൊ ഐ ഡി കാർഡ് നോക്കണ്ടേ? പിള്ളേച്ചൻ. പിള്ളയും അച്ഛനെയും എല്ലാം നീ വിളിക്കും. ഒരായി
ഹായിയുടെ സ്പെല്ലിംഗ് അറിയത്തില്ലേ? HI ഹായ്. വിദ്യാഭ്യാസം ഇല്ലടാ, വിദ്യാഭ്യാസം ഇല്ലടാ. സമയം കുറെ ആയേ. നിക്കറിട്ട് കണ്ണാടി ഇട്ട് ഇറങ്ങിയില്ല, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? അവന്റെ അതൊക്കെ കഴിയില്ലടാ, അതൊക്കെ എല്ലാം ഇല്ല, കഴിയില്ല. വിദ്യാഭ്യാസം ഇല്ല. ചോദിക്കാം. അവന്റെ ഇപ്പൊ എന്തൊന്നും ചോദിക്കാൻ പറ്റും. എന്നാണ് ഇത്? ഇതെന്നാണ് നമ്മുടെ വള്ളംകളി തച്ചിരിയുടെ ചുണ്ടറൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇതോടൊന്നും അറിയിക്കണേ. അങ്ങനെ ഇടിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഇടിപ്പിക്കാൻ പറ്റില്ല. എന്താണ് എത്ര ബുദ്ധിമുട്ട് എന്താടാ നിനക്ക്? എടാ നിനക്ക് എന്താ ഇടാൻ ബുദ്ധിമുട്ട്? കണ്ണാപ്പിയുടെ നീ ഗ്യാങ് ആണോ? നീ ഗ്യാങ് ആണോ? എടാ ഒറ്റ മിനിറ്റ് മോനെ, ഒറ്റ മിനിറ്റ്. നീ ഗ്യാങ് ആണോ? ഞാൻ ഗ്യാങ്ങൊന്നുമല്ല. ഞാൻ ഇന്ന് കേറിയുള്ളൂ മച്ചാനെ. നീ ഇന്ന് കയറിയവനൊന്നും അല്ല. നീ അങ്ങ് നമ്മളെ അങ്ങ് ഉണ്ടാക്കല്ലേ നീ അങ്ങ്. എല്ലാം പൊതുപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല മച്ചാനെ. പറയണേ വിശ്വസിക്കും. എന്തുണ്ടാക്കല്ലേ നീ? ഞാൻ ഹിന്ദി കേട്ടു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. വേറെന്ത് പറയാനേ നിന്റെ അടുത്ത്? എന്ത് പറയാനാ? താളമൊന്നും അടിക്കണ്ട കേട്ടോ. താളം താളം അടിക്കണ്ട. താളമൊന്നും അടിക്കണ്ട. കാര്യം ചോദിക്കും. നിന്റെ കാര്യം നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അതേപോലെ മറുപടി പറഞ്ഞോ, മനസ്സിലായോ? ഇതിന്റെ പുറകിലോട്ട് ഇറങ്ങത്തില്ല കേട്ടാ. ചുണ്ണാണി അടിച്ച് താഴെ കണ്ടോന് പോയാൽ ഞാൻ പേര് പറഞ്ഞു കൊടുക്കണം. പിന്നെ പിന്നെ നീ ആരടാ ഇവിടുത്തെ ഗവർണറോ? നിന്റെ ഗവർണർ മര്യാദയ്ക്ക് സംസാരിക്കണ. പട്ടിയുടെ പോലെ മുടി വെച്ചാനെ, പട്ടിയുടെ പോലെ മുടി വെച്ചാനെ. കൂളിംഗ് ക്ലാസ്സിൽ പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചോലുണ്ട്. നിന്നെ കാണാൻ മനസ്സിലായി? പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചോലെ. ഏടാ പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ട്. ഏടാ ഡിനോസറോ? തമാശയാണോ നീ ഉദ്ദേശിച്ചേ? തമാശയാണോ ഉദ്ദേശിച്ചേ? ഞാൻ ഡിനോസറാണോ ഇതാണോ? നീ കുണയ്ക്കുമ്പോ നീ ഇതിന്റെ അകത്ത് ഉണക്കാ, പുറത്തോട്ടാ, പുറത്തോട്ടൊന്ന് ഉണക്കണ. നീ പുറത്തോട്ടൊന്ന് ഉണക്കണ. നീ എന്താടാ ഒരുത്ത കുണിക്കണം, ഒരുത്ത കുണിക്കണം. അതാ അവൻ പറഞ്ഞ ഒരുത്ത കുണിക്കണം. നിന്റെ നീ അകത്ത് നിന്നിട്ട് സംസാരിക്കത്തുള്ളൂ. പുറത്തോട്ട് സംസാരിച്ചാലുണ്ടല്ലേ നിന്റെ പേര് വെച്ചപ്പോ ആ പെണ്ണ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് പെണ്ണ ഇവനേതാ? ഞാൻ നിന്റെ തന്ത ഇവന്റെ ബാക്കി തന്തമാര്. ഇത് വേറെ തന്നെ പറയണ്ടോ? തന്തയാണ് നിനക്ക്. ഇല്ലാത്തവർക്ക് ബേബി ലീവ് വേണം. ബേബി നീ ലീവ്, നീ ലീവ്. കണ്ട അച്ചിലൂക്കി ബോട്ടൊക്കെ വന്നിട്ട് താഴെ കളിക്കുന്നു. കാര്യം നിലത്ത് ടീമി വിളി അറിയാം. കാര്യം നിനക്ക് പിടിയില്ല. ഹലോ ബ്രോ, ഹലോ ഹലോ പിടികിട്ടില്ല. ഞാൻ പിടി ബ്രോ ഇങ്ങനെ ഒന്ന് കുണച്ചോളൂ ബ്രോ. സേഫ് സോണിൽ നിന്ന് കുറച്ചോളൂ. ഇറങ്ങും ബ്രോ, ഇറങ്ങും. വാ വാ എനിക്കും പറയാനുള്ളത്. അത് തന്നെ. അവ ഒറ്റയ്ക്ക് വരും, അവ ഒറ്റയ്ക്ക് വരും ബ്രോ. അവ ഒറ്റയ്ക്ക് വരും, ഞാൻ വരുന്നില്ല. അവ ഒറ്റയ്ക്ക് വരും. വേറെ ആരും ഇറങ്ങുന്നില്ല നമ്മളോട്. അവ ഒറ്റയ്ക്ക് വരും. ചെല്ലു പോയിട്ടോ. പിന്നെ 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 വാ വെച്ച് നിന്റെ കിഴപ്പെന്താണ് നിന്റെ വായിക്കങ്ങ്? കണ്ണും പഴമൊന്നുമില്ലെങ്കിൽ മിണ്ടാ വായ അടച്ചൊക്കെ നിന്നോണം, മനസ്സിലായടാ? കണ്ണും പഴമില്ലെങ്കിൽ എന്റെ പിന്നെ നീ വിളിക്കാൻ വരാതെ നിന്റെ പട്ടിയൊന്നുമില്ല. പോണാന്ന് നീ ഇവിടെ വന്ന് സംസാരിക്കണം. നീ വിളിക്കുമ്പോ വരാനായിട്ട് നിന്റെ പാലാട്ടി പട്ടിയൊന്നുമില്ല. പോണാന്ന് കണ്ടി ഇറങ്ങി കേട്ടോക്കാ. പോടാ കണ്ടി ഇറങ്ങി. ഇവിടെ ഒരുത്തനും നിന്റെ ഇവിടുത്തെ അങ്ങോട്ട് വരത്തില്ല കേട്ടോ. എടാ നീ വെളിയിലോട്ട് ഇറങ്ങി കുരക്കടാ. നീ വെളിയിലോട്ട് ഇറങ്ങി കുരക്കടാ. വാ നീ കുരയ്ക്കാം. വാ നീ വെളിയിലോട്ട് ഇറങ്ങി കുരയ്ക്കും. വാ ഏതോ പെണ്ണൻ കണ്ടാ അറിയൂലേ? ഇത് ഏതോ പെണ്ണനാണ്. നട്ടലുണ്ടേ. എടാ ഒറ്റ ബ്രോ ബ്രോ ഇത്ര ഉള്ളു പറഞ്ഞേ. ബ്രോ 5 വരെ ഉണ്ടാവും. കുണ്ടൻ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങ. 1 2 3 4 5 ജാസിത്താത്തെ ഇന്ന് തൊട്ട് നീ സിറ്റിയിലെ ജാസിത്താത്ത. എന്താ നിന്റെ പേര് പറഞ്ഞ? പിള്ളച്ചനോ? നീ ഇന്നോട്ട് സിറ്റിയിലെ ജാസിത്താത്ത. പാപ്പ ആൻഡൂരി ഇപ്പൊ കറക്റ്റായി. പാൻഡൂരി എന്താണത്? മഞ്ഞുമേൽ ബോയ്സ് 2 ഷൂട്ട് ചെയ്യാലോ അവിടെ. ഏടാ മഞ്ഞുമേൽ ബോയ്സ് 2 ഷൂട്ട് ചെയ്യാലോടാ. നീ പുറത്തോട്ടിറങ്ങ. എടാ ഇന്റെ അകത്ത് കുണയ്ക്കാൻ നീ പുറത്തോട്ടിറങ്ങ്. നീ പുറത്തോട്ടിറങ്ങി സംസാരിക്കുവാ. നീ വാടാ പുറത്തോട്ടിറങ്ങി സംസാരിക്കുവാ. പുറത്തോട്ടിറങ്ങ്. ഉള്ളൂ ഇതൊക്കെ ഏതോ പെണ്ണൻ. പുറത്തോട്ടിറങ്ങി സംസാരിക്കും. വാടാ കുട്ട മോനെ പുറത്തോട്ടിറങ്ങി വാ.
പെണ്ണൊന്നും വിളിക്കില്ല. പെണ്ണുങ്ങൾക്ക് ഇതിലും ധൈര്യമുണ്ട്, മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് ഇവിടെ പെൺപിള്ളേർക്കൊക്കെ നല്ല ധൈര്യമുണ്ട്. വാ ഇറങ്ങി 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 ഇറങ്ങ് മോനെ 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 ഇറങ്ങ് മോനെ. യാ, മോനെ മോനെ ഇറങ്ങടാ എന്താടാ എന്താ ഇറങ്ങടാ നീ ഇറങ്ങ്. എടാ ഒറ്റ മിനിറ്റ് നേരിട്ട് ദൈവത്തെ വിളിച്ചു ദൈവത്തെ വിളിച്ചു ദൈവത്തെ വിളിച്ചു ദൈവത്തെ വിളിച്ചു. എന്തൊക്കെ തരം മോണാളാന്ന് എന്തോ വന്നേക്കുന്നു. സാരി ഒക്കെ ഉടുത്ത് ജീവിക്കടാ പോയി പോ. സാരി എടുത്തിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ പോയി ഇപ്പോ അവിടെ ഒരു അതൊക്കെയാ bridge നിനക്ക് ഉണ്ട്, നല്ലത്. അടിയിൽ പോയി നിന്നോ. ഇങ്ങനൊക്കെ ജീവിക്കുന്നതിന് നല്ലത് സാരി ഒരു ഉടുത്ത് ലൈം ജീവിക്കുന്നതാ ജ്യൂസിന് പോയി മോനെ. നില്ല അതിന്റെ അടിയിൽ. നിങ്ങളുടെ റാമനും ഒരു ലൈം ജ്യൂസും പിന്നെ 1 ലക്ഷം രൂപ അതിന് പോയി നില്ല നീ എന്റെ അടിയിൽ. അത് നിന്നെ കൊണ്ട് പറ്റും. എടാ കുട്ടാ അതാ മോനെ നല്ലത്. മുടി പിന്നെ നീട്ടി വളർത്തണ്ടല്ലോ, ഓൾറെഡി കുറച്ചുണ്ടല്ലോ. ഓൾറെഡി ഉണ്ടെടാ അത്. ആ ലിപ്സ്റ്റിക് ബാക്കിയെല്ലാം വെച്ചിട്ട് മറ്റേ കുട്ടാ. മീശ അങ്ങ് ആ, നിനക്ക് ആനയുടെ എല്ലാ ദിവസവും എടാ 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 എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ 5 മണിക്ക് ആനയുടെ 5-ാം കാലം എഴുന്നൊരു പരിപാടി ഉണ്ട്. വരുന്നോ? 5-ാം കാലം മാത്രം കഴിവിട്ടാ മതി. നീ കഴിക്കൂടെ നിനക്കാണ് ബെസ്റ്റ്, നിനക്കാണ് ബെസ്റ്റ്, അവൻ സമ്മതിച്ചു. നിനക്കാണ് ബെസ്റ്റ്. അപ്പൊ സംബന്ധിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ കൈവച്ച് പരിപാടി ഉണ്ട്. അവൻ വാ ഇറങ്ങ് മോനെ. എടാ ഇറങ്ങ്. എടാ ഇങ്ങനെ അവനൊരു ഞാൻ പറഞ്ഞേ സേഫ് സോണിൽ നിന്ന് കുണച്ചൂടാ മോനെ. എടാ എടാ ഇത് ഇതെന്താ ഇത് നിയമമൊന്നും പഠിക്കാണോ നീ ഇതിന്റെ അകത്ത് കേറി വന്നേ? വാ ഇറങ്ങ് വാ. അതാ ഈ പുറത്തിറങ്ങി എടാ വെളിയിലോട്ട് ഇറങ്ങിട്ട് സംസാരിക്കാം. വാ വാടാ മോനെ. എടാ കുട്ടാ ഇറങ്ങ്. വാ വെളിയിലോട്ട് ഇറങ്ങ്. മനസ്സിലായ ഇറങ്ങ 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 മച്ചു അങ്ങനെ ചെയ്തുകൂടാ മച്ചു. നിയമം നിർത്തില്ല. വാ പുറത്തോട്ട് ഇറങ്ങും. ഒരാളെ ഇറങ്ങി ഒന്നും ചെയ്യില്ല, നമുക്ക് സംസാരിച്ച് തീർക്കാം. നീ ഇല്ല പുറത്തിറങ്ങിയ ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല നിന്നെ. വാ. ഇല്ല നമുക്ക് സംസാരിക്കാനല്ല മോനെ നിന്നെ വിളിക്കുന്നത്. അനുസരിച്ചിരിക്കും, മനസ്സിലായോ? നിന്റെ പുറത്തിറങ്ങാം, നീ വാ. കൊല്ലയൊന്നുമില്ല. നീ വാ. പുറത്തിറങ്ങ് വാ. മോനെടാ വാ. പുറത്ത് കണ്ണിന്റെ ഒരു നമ്മള് ഡ്യൂട്ടി നട്ടുള്ള എന്തായാലും കൊല്ലത്തില്ല. നീ പുറത്തിറങ്ങ് വാ. അത്രേ ഉള്ളൂ. വാ. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. വാടാ. നിങ്ങളാണെങ്കിൽ പുറത്തിറങ്ങാം. ഇല്ലടാ ഇവ ഇറങ്ങത്തില്ലടാ. ഇവന് നട്ടലുണ്ട്. അവനോട് പറയല്ലോ. ഡാ, ഡാ, ഡാ. നിന്റെ അകത്ത് വന്ന് തന്നെ അല്ല എടാ മോനെ. എടാ പുറത്തിറങ്ങ. എടാ നിനക്ക് വേണ്ടിയാ തരുന്നത്. നിനക്ക് വേണ്ടിയാ മെയിലിൽ ഇടുന്നേ. MD സ്റ്റീൽ ബാറിന്റെ എടാ നിനക്ക് വേണ്ടി മെയിലിൽ ഇതേ മേളിലോട്ട് ഇടുന്നേ. മോനെ മേളിവശം കാണുന്നില്ലേ? ഞാൻ കാര്യം പറയണ്ട. നട്ടലിന്റെ കാര്യം മാത്രം അവനോട് പറയല്ലേ. എടാ അതല്ല എടാ മേളിവശം കണ്ടില്ലേ? എടാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് ഇതിനകത്ത് നിന്നൂടെ ബ്രോ. മനസ്സിലാക്കി പുറത്തോട്ട് വാ. ദൈവം ഇടുന്നുണ്ടില്ലേ? വാ ബ്രോ സിറ്റുവേഷൻ അല്ലല്ലോന്നോ. നീ പിന്നെ ഒന്നും താണ്ട തോന്നിയാസം വിളിച്ച് തന്തയ്ക്ക് വിളിച്ചിട്ട് നീ ഇത് പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചില്ല, നീ തോന്നിയാസം വിളിച്ച് മറ്റേ കൊണച്ചിട്ട് അങ്ങനെ നീ ഇത് പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചില്ല. അതിന്റെ മിസ്റ്റേക്ക്, എന്റെ മിസ്റ്റേക്ക്. നീ കൊണച്ചെന്തിനാ? നീ മറ്റേ കിടന്ന് നീ കൊറേ നേരം കിടന്ന് കൊണച്ചല്ലേ? കേട്ടോടാ നീ വെളിയിറങ്ങി ഇങ്ങനെ നിന്നൂടാ. ഇങ്ങനെ ചെയ്തൂടാ ബ്രോ. ബ്രോ നിയമം ഒന്നും അറിയത്തില്ലേ? ബ്രോ വെളിയിലോട്ടിറങ്ങും. വാ വെളിയിലോട്ടിറങ്ങ്. അല്ലെങ്കിൽ വലിച്ചങ്ങ് വെളിയിലിട്ട് തരും, മനസ്സിലായോ? ഹലോ വലിച്ചങ്ങ് ഇട്ട് തരും. വെളിയിറങ്ങി എനിക്ക് തോന്നാനുള്ള അതുകൊണ്ട് ഇറങ്ങുന്നില്ല. മൊത്തം പുറത്തിരിക്കും. മനസ്സിലായോ? ബ്രോ ഞാൻ പറഞ്ഞേ ഇറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മതി. ഇപ്പൊ നീ നേരെ പുറത്തോട്ടോ ഈ പുറത്തോട്ടല്ല ആണോ? നീ നിന്റെ വെല്ലുവിളിയാണോ? ഫൈനൽ വാർണിങ് മോനെ. ഫൈനൽ വാർണിങ് ഇല്ലെങ്കിൽ നീ പോവും. ഇറങ്ങിക്കോ. ലാസ്റ്റ് പണിയാ നീ ഇറങ്ങി. ഇറങ്ങിയില്ല. നീ വെല്ലുവിളിക്കരുത്. ഇറങ്ങാൻ പറ്റില്ല. നമ്മളോട് എന്താണ് മോനെ? എന്താ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റില്ല. വെല്ലുവിളി. ഓക്കെ എല്ലാരും സൈലന്റ്. വെയിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താ ഇറങ്ങാൻ പറ്റൂല. ബൈ ബൈ കാണാൻ എത്ര പേരാണ് കൂടിയിരിക്കുന്നേ. ജനങ്ങളുടെ ഒക്കെ ഒരു ഹരം. ജനങ്ങൾ കൂടുന്നു കേട്ടാ. കത്തിയോ? ഇല്ലല്ലോ. ഇല്ല ഞാൻ അനങ്ങാൻ നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. റെഡി 1 2 3. ഞാനില്ല. ഇല്ല അതല്ല ഇത് വേറെ ആ വന്നു. അല്ല മറ്റ അഡ്മിൻ സംസാരിക്കോ? കേക്കുന്നുണ്ടോ? പിള്ളേച്ചോ? ഹലോ കേക്കാവോ? കേൾക്കുന്നുണ്ട്. ഓൺ ഗോ സിറ്റുവേഷൻ ആണെങ്കിൽ സേഫ് സോൺ അകത്ത് നിൽക്കാൻ പാടില്ല. ആക്ഷൻ കാണും. ഫൈനൽ വാണിംഗ് ആണ്. സിറ്റുവേഷൻ അല്ലല്ലോ. സിറ്റുവേഷൻ അല്ലേ ഇത്? വെയിറ്റ് കണ്ണാപ്പി ബ്രോ സിറ്റുവേഷൻ ബ്രോ ആണ് ഇങ്ങോട്ട് ബ്രോ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേക്കാവല്ലോ ബ്രോ? ദൈവം കേക്കാവോ? സിറ്റുവേഷൻ പറഞ്ഞുതരാം ബ്രോ. സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഇവന് ഇവന്റെ കൂട്ടുകാരനോട് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയട്ടെ. അപ്പൊ എന്നെ വന്ന് പിറ്റ് ചെയ്തിട്ട് പോയി.
അപ്പൊ ഞാൻ ബ്രോ പറഞ്ഞു ബ്രോ എന്നെ ഇടിച്ച് ബ്രോ സോറി പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഇവനും ഉണ്ടായിരുന്നു, ഇവന്റെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവന്റെ കൂട്ടുകാരനാണ് കൊണ പറഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ ഞാൻ അടുത്തത് ഇവൻ സിറ്റി വന്നപ്പോഴത്തേക്ക് സിറ്റിയില് ഇവന്റെ അടുത്ത് വന്ന് സംസാരിച്ച്, അപ്പൊ ഇവന്റെ അടുത്ത് പേരൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് പോയി. അപ്പോഴും എനിക്കൊരു ഡൗട്ട് അടിച്ചു കള്ളം പറയുന്നു. അപ്പൊ ഒന്നുകൂടെ ഇവനെ പിടിച്ചിട്ട് ഇവന്റെ അടുത്ത് പേരൊക്കെ ചോദിച്ച് എന്നിട്ട് അവന്റെ പേര് കൺഫേം വെരിഫൈ ഒക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് ഏബല് വന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള ഏബല് വന്ന് ചോദിച്ച് ബ്രോയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വരുന്ന പോകുന്ന എംബോക്കുകളുടെ അടുത്ത് എന്തോ പേര് പറഞ്ഞു. എന്താടാ ഏബല് പറഞ്ഞു? അവൻ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ പറഞ്ഞു. പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കൊണച്ചെരി അതിനുശേഷം SRKയും ഇവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനും നല്ല രീതിയിൽ പറഞ്ഞ് SRK നല്ല രീതിയിൽ പറഞ്ഞു, നമ്മളെല്ലാരും നല്ല രീതിയിൽ പറഞ്ഞു. ഇത്രയും നല്ല രീതിയിൽ സിറ്റുവേഷൻ ഇതൊന്ന് ജസ്റ്റ് പുറത്തൊന്ന് കാണിക്കാം. വന്ന് കാണിക്കാം. എടാ SRK തലസിലാതാറുണ്ട് ഒന്ന് അവര് പറഞ്ഞ രീതിയിൽ എല്ലാം നടന്നെങ്കിൽ ബ്രോയുടെ POV ആയിട്ട് പുറത്തോട്ടോ. അതില്ല പിയോവിയാ അതെന്താന്നാ ചോദിക്കുന്നത്? എന്താന്ന് പോലും അറിയത്തില്ല. അതെന്താ പിയോയുടെ ഫുൾ ഫോം അറിയടാ. ക്യാമറ ഉണ്ടോ? തലയുടെ മേളിലോ കാലിയുടെ SRK ഹലോ SRK കാലിന്റെ സാമാനല്ലേ ക്യാമറ എങ്ങനെ വെച്ചിട്ടുണ്ടാവും. മെറ്റാഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പകുതി അവന്റെ മുടിയുടെ ഇടയില. റോജാമലർ കൂട്ടം പഞ്ചാരത്തേനോട്ടം. നീ വെളിയിറങ്ങിയ നിന്നെ ഇന്ന് നീ ഇന്ന് കക്കൂസ് കഴിയും, മനസ്സിലായി? നീ സിറ്റിയിൽ ആദ്യത്തെ ദിവസമല്ലേ നിന്റെ ആദ്യത്തെ ദിവസം വന്നവനൊന്നും ഇത്ര ഗുണം വേണ്ട. ആദ്യ ദിവസം എന്റെ കക്കൂസ് നീ ആയിരിക്കും. സിറ്റിയിൽ ആദ്യത്തെ ദിവസം നീയാണ് കുറച്ച് മൂഞ്ചിക്കൊണ്ടൊക്കെ വായിലോട്ട് വന്നത്, മനസ്സിലായോ? നീ നിന്റെ അടുത്ത് അല്ല ഞാൻ പറട്ടെ, നിനക്കൊരു പേര് നിനക്ക് ഇട്ട് തന്നേക്കുന്നത് നിനക്ക് എന്താ പട്ടി നിന്നെ വിളിക്കാനാണോ? അല്ലല്ലോ, മനുഷ്യരെ തന്നെ നിന്നെ വിളിക്കാനല്ലേ? അവൻ മര്യാദക്കല്ലേ നിന്റെ അടുത്തൊന്ന് പേര് വെച്ചേ? അവൻ മര്യാദക്കാണോ നിന്റെ അടുത്തൊന്ന് പേര് വെച്ചേ? സോറി ഓൾഡാണ് സിറ്റിസമ്പള്ളിയൊന്നും എന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ പോട്ടെ, അത് അല്ലല്ല, അത് ഞാൻ വിട്ടാടാ. നിന്നെ പറഞ്ഞോണ്ടാണ് ഞാൻ പേര് കോർത്തത്. ഞാൻ മര്യാദക്കാളി അവന്റെ പേര് ചോദിച്ചേ. ഞാൻ ഒന്നും കുണച്ചില്ല, ഒന്നുമില്ല. ഹലോ ബ്രോ പേരെന്താന്ന് ചോദിച്ചപ്പോ അവൻ ഇങ്ങോട്ട് കുണച്ചു. പിന്നെ നമ്മള് സിറ്റുവേഷൻ നിൽക്കുമ്പോഴത്തേക്ക് നീ തോളത്ത് കയറി വന്നിരുന്ന് തന്തേലാരി പറഞ്ഞോണ്ടിരിക്കല്ലേ എളിയ? നമുക്കാണത് ഇത് വരുന്നത് കേട്ടാ. മോനെ അങ്ങോട്ട് മാറിയില്ലേ? ഇല്ല കാല വരെ നേരെ തടിയും പോ. നീ സൈസോടെ താളാടി ബാ. എന്തൊരു പറ്റുന്നു? ഞാൻ മാറിയെന്നാ ബ്രോ, അവൻ ഇങ്ങോട്ടല്ലേ ബ്രോ വന്നേ? ഞാൻ മാറിയെന്നല്ലേ? വലിച്ചാലേ വേണല്ലോ. നിന്റെ കുട്ടികളല്ലേ പറയണേ? നിന്നോടല്ലേ പറഞ്ഞോണ്ടല്ലേ? നീ പറയൂടാ. POV ചെക്ക് ചെയ്തോണ്ടിരിക്കുക, മിണ്ടായിരിക്കുക. അവരവരുടെ സൈഡിൽ നിൽക്കുക, ബ്രോയുടെ സൈഡിൽ പോയി മാറിയിരിക്കുക. അവരെ കുറ്റം പറയാൻ ഇന്ത്യൻ പ്രസിഡന്റ് ഓ പറടാ. ഞാനിപ്പോ കത്തോളിയാ മണ്ടാച്ചിട്ടും ഓട്ടം. ഹലോ ഞാൻ റൂൾസ് അറിയാതെ RP വിളിക്കുന്നത്. നീ എന്നെ പഠിപ്പിക്കല്ലേ? സംസാരമായാൽ ആസ് പെർ റൂൾ ബ്രോ സേഫ് സോണിൽ നിൽക്കാൻ പാടില്ല. ഇപ്പൊ ബ്രോയ്ക്ക് ഇത് അൺവാണ്ടഡ് ആണെന്ന് ബ്രോയ്ക്ക് വെളിയിൽ ആക്ഷൻ ആയിട്ട് പോവാം. അതിന് അല്ലെങ്കിൽ ബ്രോ ഇപ്പൊ POV ബ്രോ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യണം. POV പ്രകാരം ഇവിടെ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്, സംസാരമായിട്ടുണ്ട്. ഇനി ബ്രോയ്ക്ക് സേഫ് സോൺ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഫൈനൽ വാണിംഗ് ആണ്. ബ്രോ ഒന്ന് ഇറങ്ങണേ. ഹലോ പിള്ളേച്ചാ ഇവനെ പേര് വെച്ചപ്പോഴത്തേക്ക് ഇവന് കോണ ഏബലിന്റെ അടുത്തൊക്കെ വാ. ഇറങ്ങി വാ, വെളിയിലോട്ട് വാ. കമോൺ വാ. സംസാരിച്ചിട്ട് എന്തോന്നുള്ള നിന്റെ പ്രശ്നമൊക്കെ തീർക്കാം. ഹലോ വാ. ഹലോ വാ. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, വാ പുറത്തിറങ്ങാം. വാ കമോൺ.
ഇത്രയും പെട്ടെന്ന് നിനക്ക് നടലൊക്കെ വന്നാലോടാ. ഞാൻ അഭിമാന പുരസ്കനായടാ, അഭിമാന പുരസ്കൻ. ഇത്ര നേരം അവന്റെ തലയ്ക്കകത്ത് തലച്ചോറ് വർക്കിംഗ് അല്ലായിരുന്നു, ഇപ്പോഴാണ് കൊണ്ടത്. പൊതിച്ചോറായിരുന്നു തോന്നുന്നു. പാവം പയ്യൻ. നീ അടിച്ചോ, നീ കൊണയടിച്ചോ, നിന്റെ അത് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണയടിച്ചോ. നമ്മളെ ഗാങ്സ്റ്റേഴ്സ് ആണ്, നമ്മുടെ അടുത്ത് വന്നേ ഇമാതിരി ഡയലോഗ് ഒന്നും അടിക്കാൻ നിക്കരുത് കേട്ടാ. മോനെ ഇതൊക്കെ തെറ്റാ മോനെ. മോനെ ആ കുഴപ്പമില്ല. ഇതിന് അപ്പൊ ഇങ്ങോട്ട് ഒരു സ്ഥലത്തോട്ട് പുതിയതായിട്ട് നമ്മൾ വരുമ്പോ അതിനനുസരിച്ച് അടക്കം ഒതുക്കം ഒതുങ്ങി ജീവിക്കണം. അവിടുത്തെ സാഹചര്യം എന്താ ആദ്യം പഠിക്കണം. അവിടെ ഗ്യാങ് ഉണ്ടോ എന്ന് പഠിക്കണം, സിറ്റിസൺ ഉണ്ടോ എന്ന് പഠിക്കണം. എനിക്ക് അവനെ കൈവെക്കാൻ പറ്റത്തില്ലടാ. ബാലന്റെ മീശ ഉണ്ടോ അവന്, എനിക്ക് അവനെ ഓർമ്മ വരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, സംസാരിക്കുമ്പം ആദ്യം ആളും തരവും നോക്കി സംസാരിക്കണം. ആരാണ് എന്താണെന്നുള്ള കാര്യം ചോദിച്ചറിഞ്ഞിട്ട് കൊണയ്ക്കാൻ നിൽക്കണം, മനസ്സിലായ? അല്ലെങ്കിൽ ഇങ്ങനെ കൈയും പൊക്കി ഇങ്ങനെ നിക്കേണ്ടി വരും, മനസ്സിലായോ നിനക്ക്? കൊല്ലാൻ നമുക്ക് ഒരു താല്പര്യമില്ല, വെറുതെ ഒരു താല്പര്യമില്ല നിനക്ക്. നിന്നെ കൊന്നിട്ട് നിന്നെ പോലൊരു വെറും ഒരു എന്താ പറയാ, അതുകൊണ്ടാണ് നമ്മൾ ആരും വെടിവെച്ച് കൊല്ലാത്തത്. ബ്രോയ്ക്ക് മനസ്സിലാക്കി എന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, എടുക്കാറാകുമ്പോ വാ. ഇനി ആർക്കും പ്രശ്നമൊന്നുമില്ല നമ്മളോട്. അങ്ങനെയാണ് അവനെ വിട്ടല്ലോ. ഇത്രേ ഉള്ളു. നീ ഇത്ര ചോദിച്ചാൽ മതി. 1 2 3 4 5 6 നമ്മൾ 6 പേരുടെ അവതാരമാണ് നിന്റെ ഈ ജീവൻ. അത് നീ ജീവിച്ചു തീർക്കണം. അങ്ങനെ ആലോചിച്ച് നീ ജീവിച്ചു തീർക്കണം. അതാണ് നിനക്കുള്ള ശിക്ഷ. ഓക്കെ, പോയിട്ടോടാ. ശരി ബ്രോ, ബൈ. നൈസ് മീറ്റിംഗ് യു. നൈസ് മീറ്റിംഗ്. നിന്നെ നന്നാക്കി എടുത്തല്ലോ. എല്ലാ സഹോദരന്മാരും ഒന്നുണ്ട്. സ്നേഹം മാത്രം മോനെ. എടാ പിന്നെടാ മോനെ ഏബലിനോടൊരു സോറി പറഞ്ഞു. പക്ഷെ അതുകൂടെ എന്റെ അകത്ത് ഏബലിനോടൊരു സോറി പറഞ്ഞു. ഏബൽ കൈ ഞാൻ സോറി പറയാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇതിൽ കൂടുതൽ സംസാരമൊന്നുമില്ല. നീയാണോ സ്റ്റേജ്? നമ്മൾ പറഞ്ഞത് ഞാൻ ചെയ്യും. നിനക്ക് മനസ്സിലാകാൻ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മൾ ആരാണ് എന്താണെന്നുള്ളത്. സോറി പറഞ്ഞിട്ട് നീ പൊക്കോ. അതെ, കൈയിട്ടിക്കുന്ന ആള്. അങ്ങനല്ല, നീ ഇത്ര പറഞ്ഞ ഇങ്ങനെ പറഞ്ഞാൽ മതി. ബ്രോ സോറി, എന്റെ പേര് പിള്ളേച്ചൻ. ഇത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞു. ഇതിന്റെ ആവശ്യമുള്ളൂ. ബ്രോ സോറി, എന്റെ പേര് പിള്ളേച്ചൻ. അത്രേ ഉള്ളൂ. നീ പൊക്കോ, നീ ജീവിക്കണോ. ഇനി ഡയലോഗ് അടിക്കാനോ ഇവനെ പോലുള്ളവരൊക്കെയാണ് ഒരു ഗ്യാങ് കയറുന്നത്. എന്നാലേ നമുക്ക് ഫ്യൂച്ചർ സിറ്റുവേഷൻ കിട്ടും. ഇവനെ ഇപ്പൊ മുളയിലെ തുള്ളിയിൽ എങ്ങനെയാണ്? നീ വിട്ടോ. ഉടനെ ഒരു ഗ്യാങ് തന്നെ കയറണം. നാളെ തന്നെ ഒരു ഗ്യാങ് കയറിക്കോ. ടി ജെ എല്ലാം ഉണ്ട്.